ഹായ് ഹലോ എല്ലാവർക്കും F4 ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയിലൊരു ഗുണാക്കയം ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണേ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയ പടുകൂറ്റൻ മൂങ്ങയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അതെ 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 അതെ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാട്ടോ ടിക്കറ്റ് ചാർജ്. നമുക്ക് അകത്തോട്ട് കയറിയാലോ? കയറാം, ബാ. പേടിക്കുന്നുണ്ടോ ചേട്ടാ? പിള്ളേർ പേടിക്കോ? ഇല്ലല്ലോ, പിള്ളേർ പേടിക്കല്ലോ. അങ്ങനെ ഗുണാ ഗുഹയിലേക്ക് കയറുകയാണ്. ഇത് കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ. വവ്വാല് കിടക്കുന്നുണ്ടോ? ഇതേ മുകളില്. ആ എല്ലാം കാണുന്നുണ്ട്. പേടിച്ച് നടക്കാതെ ചിങ്കു കാണുന്നുണ്ട്. ചിങ്കു പേടിച്ച് വരണ്ടിരിക്കും കേട്ടോ. ചിങ്കമ്മ ഇങ്ങോട്ട് നോക്കി. ചിങ്കമ്മ ഇതേ വവ്വാല് കിടക്കും. എല്ലാരും പേടിച്ച് വരണ്ട കേട്ടോ. ആ ഞാനുണ്ട്. പേടിയുണ്ടോ? സുഭാഷേ, സുഭാഷേ, ചെല്ലുന്നത് സിംഹത്തിന്റെ മുടയിലേക്ക്. അതെ. ഇഷ്ടപ്പെട്ടോ പിന്നെ? നമ്മൾ ഗുഹയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിറച്ച് പക്ഷികളാണ് അല്ലേ? ലവ് ബേർഡ്സ്, തത്തമ്മ. അതെ അതെ, കുറേ പക്ഷികളുണ്ട്. അതിൽ നമ്മുടെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ പറന്ന് കിടക്കും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഇത് ഈ കാണുന്ന ഈ മരത്തേന്നൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ എല്ലാം പറക്കും. അത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. നല്ല തിരക്കാ അതിൻ്റെ അകത്ത് കേട്ടോ. അവിടെ അകത്ത് നല്ല തിരക്കാ, പുറത്ത് നല്ല തിരക്ക്. ഇതുണ്ട് ഒരു കോഴിയെ കണ്ടോ? എന്തൊരു ടൈപ്പ് കോഴി ഇതുണ്ട്. എന്ത് ലവ് ബേർഡ്സ് ആണ് കണ്ടോ? ഇത് തത്തമ്മയാണ്. ലവ് ബേർഡ്സ് ആണോ? അത് തത്തമ്മയെന്തോ അല്ലേ? ആ അതെ അതെ. ആ ഇതിങ്ങനെ അതിലെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നേ. നല്ല രസമാണ് കാണാൻ. ആ ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ?
നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ലൈവ് ആണ് അകത്ത് അല്ലേ, ബോറടിക്കത്തില്ല ഇങ്ങനെ കുറെ നേരം അതിനകത്ത് ഇങ്ങനെ നിൽക്കാൻ. കണ്ടോ മേളിൽ കൂടെ പറന്നു പോയാണ്ടോ? അത് മറ്റേ തത്തമ്മയില്ല, ആഫ്രിക്കൻ. അതെ അതെ അതെ, ഇത് മറ്റേ സാധനം ഇഗ്വാന. ഇതിനെ നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ. അതെ അതെ, കയ്യിലും തോളത്തൊക്കെ വെച്ച് തരും. അതിനെന്താ റേറ്റ് ഉണ്ട്. ആ ദേ ഒരു പാമ്പ് കിടക്കുന്നുണ്ടോ, വെള്ള പാമ്പ്. അത് ഓർക്കുമ്പോ തന്നെ ഇതിന്റെ തത്ത എടുക്കുന്നു. എനിക്ക് പേടിയതല്ല ഇത് ഒരെണ്ണം തത്ത എടുക്കാനാണെങ്കിലും ഇഗ്വാന എടുക്കാനാണെങ്കിലും പാമ്പിനെ എടുക്കാനാണെങ്കിലും 100 രൂപ കേട്ടോ ചാർജ്. ആ അതായത് ഒരാൾക്ക് 100 രൂപ. അതായത് ഒരാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തത്ത എടുക്കുന്നതിന് 100 രൂപ. ഇത് എലിക്കുഞ്ഞൊക്കെ ആയിരിക്കും. അതിനെ പൂട്ടിയിട്ടേക്കുന്നു അവിടെ. ആയിരിക്കും. അതായിരിക്കും. ഇതുകൊണ്ട് പ്രാവിരിക്കുന്ന കേട്ടോ. അവിടെ ഒരു കൂട് പോലൊക്കെ എന്താ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇതേണ്ടേ മറ്റേ ഓന്തോ, പച്ച ഓന്ത് അല്ലേ ഇത് അല്ലേ? അതെ 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 കണ്ടോ, അതിനെയാണ്ട് പുള്ളി ഞെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കോഴിയെ കണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പം വീണ്ടും കുറേ ലവ് ബേഡ്സുകളാണ് കേട്ടോ ഇത് അല്ലേ. പ്രാവ്, കുറേ വെറൈറ്റി പ്രാവുകളുണ്ട് കേട്ടോ. ആ ഇത് നമ്മുടെ താറാവ്. പിന്നെ കുറേ മീനുകളുണ്ട്. മീനുകളുടെ കുറേ കുറേ ഇങ്ങനെ, അത് ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ, അല്ല ഇങ്ങനെ ചെറുതായിട്ടുള്ള ഇതിങ്ങനെ വെച്ചിട്ടുള്ള ഈ ലൈറ്റിംഗ് ഒക്കെയാണ് ഇതിന് കൂടുതൽ ഭംഗി. അതെ, ചുമ്മാ 100 രൂപയ്ക്ക് വർത്താണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് അല്ലേ. അതെ അതെ അതെ, ഇറങ്ങാനായിട്ട് രസമുണ്ട്. കണ്ടോ ഇതുണ്ടോ, കോഴിയെ കണ്ടോ. കോഴിയെ കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിയെ കണ്ടിട്ടുണ്ട്, എന്നാലും കുറേ വെറൈറ്റി കോഴികൾ. ഇനി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കോഴിയുണ്ട്, ഒരു കറുത്ത ഉണ്ടേ, ഞാൻ പോളിഷ് ചിക്കൻ. ഓയ് ഓയ് കണ്ടോ, എന്തോരം തൂവലല്ലേ. ആ ഇത് നമ്മുടെ കരിങ്കോഴി സാധാ നമ്മുടെ ഇതേ ഒരു പൂച്ച. ഉറക്കം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം സാധാരണ നമ്മൾ ചെല്ലുന്ന പോലത്തെ സ്റ്റാളുകളുണ്ട് ഒരുപാട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഫർണിച്ചറുകൾ, ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പെർഫ്യൂംസ്, മസാജറുകള്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ തന്നെയാണ് കേട്ടോ. തിരക്ക് ഇവിടെയാ, അകത്തെ കഴിഞ്ഞും തിരക്ക് പുറത്താണ്. മേടിക്കുന്നുണ്ട്, ഭയങ്കര തിരക്ക് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, ബജ്ജി ഇതൊക്കെ ഉള്ള. കഴിക്കണേ പിന്നെ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും സാധാരണ ഫെസ്റ്റിനൊക്കെ കാണുന്ന കൂട്ട് നമുക്ക് വലിയവർക്കും പിള്ളേർക്കും ഒക്കെയുള്ള കുറേ റൈഡ്സ് ഉണ്ട്. അതിൽ മറ്റേ തൊട്ടിൽ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിലൊക്കെ എല്ലാം എല്ലാവരും കയറുന്നുണ്ട്. ഒരു കൊച്ചു കിടന്ന് കിടന്ന് ചാടുന്ന കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പതുക്കെ മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. അവിടെ കുറച്ച് നേരം അസ്തമയമൊക്കെ കണ്ട് ആസ്വദിച്ചേച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ.